നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് കടുക്കുമ്പോൾ നിലമ്പൂരിലെ ചരിത്രത്തിലേക്ക് ഞങ്ങളൊരു കുഞ്ഞു യാത്ര നടത്തുകയാണ്. എനിക്ക് മുന്നിൽ കാണുന്ന ഈ പ്രതിമ കണ്ടോ, അതാണ് ES ഡോസൻ. 1930കളിൽ ബ്രിട്ടനിൽ നിന്ന് ഇവിടെ വന്ന് ഈ നിലമ്പൂർ കാടുകളിലെ റോഡുകളും പാലങ്ങളും ഒക്കെ നിർമ്മിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് പ്രതിഭയാണ് ഡോസൻ. അദ്ദേഹം നിർമ്മിച്ച റോഡുകളിലും പാലങ്ങളുമാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഉള്ളത്. ഡോസൻ സാഹിബിന്റെ ഈ ചരിത്രത്തിന്റെ ചുമതല ഇപ്പോൾ ഈ മുജീബ് റഹ്മാൻ സാറിനാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ റേഞ്ച് ഓഫീസർ. വാസ്തവത്തിൽ ഈ ഇങ്ങനെ ഒരു ചരിത്രം പറയുമ്പോൾ ഈ പാലങ്ങൾ റോഡുകളൊക്കെ ആയിരുന്നു ഈ ഡോസന്റെ പ്രധാന മേഖലകൾ. ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വനംവകുപ്പിന് എഞ്ചിനീയറിംഗിന് പ്രത്യേകമായിട്ടൊരു വിങ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസ് എന്ന ഒരു സർവീസ് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1922 ഈ ഡോസൻ സാഹിബ് ഇവിടെ സർവീസിൽ വരുന്നത്. ആ സമയത്ത് നമുക്കറിയാം വനം വളരെ സമ്പന്നമായിട്ട് നാച്ചുറൽ തേക്കുകളും വളരെ ഹാർഡ്വുഡുകളൊക്കെ ഉള്ള പ്രദേശമായിരുന്നു. അപ്പോൾ ഈ സമയങ്ങളിൽ അവർക്ക് അത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഗതാഗത സൗകര്യങ്ങൾ കുറവായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യത്തെ പാലം ചെറുപുഴ, അതിനുശേഷം കരിമ്പുഴ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുഴയാണ്. മുക്കുർത്തി നാഷണൽ പാർക്കിൽ നിന്ന് വരുന്ന ഒരുപാട് പുഴകൾ ചേർന്നിട്ടാണ് കരിമ്പുഴ പിന്നെ ചാലിയാർ വന്നത്. കണ്ടാൽ തന്നെ അറിയാം, വളരെ വീതിയുള്ള ഈ പുഴയ്ക്ക് കുറുകെ ഈ പാലം 1933 അദ്ദേഹം പണിതത്. 92 വർഷം. അതെ അതെ അല്ലേ? അതെ. എന്നിട്ട് ഒരു കുഴപ്പമില്ല നിൽക്കുന്നു. അതെ, ഇപ്പോഴും നമുക്ക് ഒരുപാട് ടിമ്പർ ലോഡ് കൂപ്പിൽ നിന്ന് ഈ പാലത്തൂരാണ് ലോഡാക്കിയിട്ട് ലോറികൾ പോകുന്നത്. ഒരു ദിവസം 4-5 ലോറി മിനിമം പോകുന്നുണ്ട്. ഇപ്പോഴൊരു കുഴപ്പമില്ല. മരങ്ങളെല്ലാം നമ്മുടെ കൂപ്പിൽ നിന്ന് വെട്ടി ദൈനംദിനമായിട്ട് ഇതിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാലമാണ്. റെയിൽ പാളങ്ങൾ ഉണ്ടാക്കുന്നത് മുതൽ വൻകിട നിർമ്മിതികൾക്ക് വരെ നിലമ്പൂർ തേക്കിന്റെ കരുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇതിന് കാരണമായത് ES ഡോസൻ എന്ന എഞ്ചിനീയറിംഗ് വിദഗ്ധന്റെ വൈഭവമായിരുന്നു. റോഡുകൾ മുതൽ പാലങ്ങൾ വരെ നിലമ്പൂർ തേക്ക് കടത്താനായി ബ്രിട്ടീഷ് സാമ്രാജ്യം ES ഡോസനിലൂടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ റോഡുകൾ ഒരുപാട് പണിതിട്ടുണ്ട്. കൂപ്പ് റോഡ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആ റോഡാണ്. ബ്രിട്ടീഷുകാരുടെ ഡോസന്റെ കാലത്ത് ആരംഭിച്ചാണ്. ഒരുപാട് കൾവർട്ടുകൾ ഇതെല്ലാം പണിത്. ഇതൊരു ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണോ പണിതിരിക്കുന്നത്? നമ്മളാണെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ നാഷണൽ ഹൈവേ ഒക്കെ, ഇവര് ഭയങ്കര സയന്റിഫിക് ആയിട്ടാണ് പണിയുന്നതല്ലേ? അതെ അതെ അതെ, അതുകൊണ്ടാണല്ലോ ഇത്രയും ഒരു ലാസ്റ്റ് ചെയ്യുന്നത്. നമ്മളിത് കൂടുതൽ ഒരു മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യുന്നില്ല. ഇതിപ്പോഴും ഇതുപോലെ അത്ര പെർഫെക്റ്റ് ആയിരുന്നു അവരുടെ വൈഭവം. അതെ. അത് ഇതാണ് നീലഗിരി അല്ലേ? നീലഗിരി ഭാഗത്ത് വരുന്ന മുക്കുർത്തി ദേശീയോദ്യാനമാണ്. അവിടെ നിന്നാണ് ഈ കരിമ്പുഴ. അതെ അതെ, അവിടെ നിന്നാണ് കരിമ്പുഴ. ഇതൊക്കെ ബ്രിട്ടീഷ് ഇറയിലുള്ള തേക്കുകളാണ്. അതെ അതെ, അതായത് നമ്മൾ നിലമ്പൂർ മേഖലയിൽ ഈ കരുളായി ഭാഗത്ത് നമ്മൾ പ്രിസർവേഷൻ പ്ലോട്ടായിട്ട് 2 പ്ലാന്റേഷനാണ് നിലനിർത്തിയത്. ബാക്കിയെല്ലാം ഇപ്പോൾ നമ്മൾ മുറിച്ച് റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് 1909, 1919 ഈ 2 വർഷത്തെ സീരീസിലുള്ള തേക്ക് തോട്ടാണ്. ഇതൊക്കെ എത്ര വർഷം പഴക്കം കാണും? 1919 വർഷത്തിൽ വന്നതാണ്. 106 വർഷം പഴക്കം വരും അല്ലേ? സ്ട്രെയിറ്റ് ആണല്ലേ? ബ്രാഞ്ചിങ് കുറവായിരിക്കും. കാരണം ഇത് നല്ല ഉയർന്നു പോയിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മരങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. എല്ലാം ഒത്ത സൈസ്. അതെ അതെ. ശരിക്കും ഈ ഗോൾഡൻ തേക്ക് എന്ന് പറയാൻ കാരണം എന്താ? നിലമ്പൂരിലെ തേക്കിനെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? ശരിക്കും അത് നമ്മൾ കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ, നല്ല ഗ്രെയിൻസ് ഉണ്ടാവും, നല്ല ഡിസൈനൊക്കെ ആയിട്ട്. അത് പോളിഷ് ചെയ്യുമ്പോൾ നമുക്കത് പ്രത്യേകിച്ചും വ്യത്യാസം മനസ്സിലാവും. ഇതാണ് ഡോസൻ സാഹിബിന്റെ നെടുങ്കയത്തെ ബംഗ്ലാവ്. ഡോസൻ ബംഗ്ലാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും അടുത്തിടെ വനംവകുപ്പ് ഇത് പുതുക്കി പണിതു. 16 വർഷത്തോളം അദ്ദേഹം ഈ ബംഗ്ലാവിലിരുന്നാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്.
ഡോസൻ സാഹിബിന്റെ ഈ ബംഗ്ലാവിൽ കയറി വരുന്ന മുറിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രവും ചരിത്രവും സംസ്ഥാന വനംവകുപ്പ് വെച്ചിട്ടുണ്ട്. മിസ്റ്റർ ES ഡോസൻ 1897, ജനനം, ഡെത്ത് 1938. ഇവിടെ തന്നെ അദ്ദേഹം മരിച്ചു. ഡോസൻ സാഹിബ് നല്ലൊരു നീന്തൽ വിദഗ്ധനായിരുന്നു. ബംഗ്ലാവിന് മുന്നിലുള്ള ഈ പാറയിൽ നിന്ന് ഡോസൻ സാഹിബ് താഴെയുള്ള ഈ കരിമ്പുഴയിലേക്ക് എല്ലാ ദിവസവും നീന്താനായി ചാടുമായിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ദിവസം നീന്താൻ ചാടിയ സാഹിബ് പൊങ്ങിയില്ല. താഴെയുള്ള ചാലിയാറിൽ നിന്നാണ് ഡോസൻ സാഹിബിന്റെ മൃതദേഹം കിട്ടിയത്. നിലമ്പൂർ കാടുകളിൽ ഒട്ടേറെ റോഡുകളും പാലങ്ങളും ഒക്കെ പണിത ആ എഞ്ചിനീയറിംഗ് വൈഭവം ബാക്കിയാക്കി ഡോസൻ സാഹിബ് 41-ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ശേഷിപ്പുകൾ എന്നോണം കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാരുടെ ശവകുടീരങ്ങൾ കാണാം. കുറെ കാലം ഇവിടെ വന്ന് താമസിച്ച് കഴിയുമ്പോൾ കേരളത്തെ അങ്ങ് ഇഷ്ടപ്പെടും. ES ഡോസനും അങ്ങനെയായിരുന്നു. 1938 ഒക്ടോബർ 9 ഇവിടെ ഈ പുഴയിൽ മുങ്ങി മരിക്കുമ്പോൾ അതിനുശേഷം ഭാര്യ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഇവിടെ തന്നെ അടക്കം ചെയ്യണം. അത്രയധികം ഇഷ്ടമായിരുന്നു ES ഡോസന് നിലമ്പൂരിനെ. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്: മിസ്റ്റർ ES ഡോസൻ, ജനനം 1897, മരണം 1938. തേക്ക് കടത്താനാണെങ്കിലും നിലമ്പൂരിലെ കാടുകളിൽ തൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ട് ഡോസൻ സാഹിബ് ഒട്ടേറെ വിസ്മയങ്ങൾ തീർത്തു. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം കുറേയൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിലമ്പൂരിൻ്റെ ചരിത്രം അല്പമൊക്കെ പറയേണ്ടതല്ലേ? ക്യാമറാമാൻ നിഖിൽ ജോസഫിനും വിനീഷിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.